Hey guys, welcome to a new Bangalore vlog. Actually now I am in Aluva railway station going to my platform to board the train. എൻ്റെ ട്രെയിൻ വന്ന് ഞാൻ X6-ലാണ് കയറുന്നത്. ദിസ് ഇസ് S4 S5 കറക്റ്റ് 18 തന്നെ നിർത്തും തോന്നുന്നു. ജസ്റ്റ് റീച്ച് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി എന്താ ഫ്രഷ് ആയിട്ട് വേണം. ദാറ്റ് ഈസ് ദ പ്ലാൻ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഐ വിൽ ഷോ യു ദ ഫ്ലവർ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നടന്നു പോണ വഴി. ആൻഡ് ബാംഗ്ലൂർ ഈസ് ബാംഗ്ലൂരി. ഇറ്റ്സ് നൈസ് ടു ബി ഇൻ ബാംഗ്ലൂർ. ഞാൻ വെങ്കിട്ടേശ്വര ലൊക്കേഷനൊക്കെ ഇട്ട് നടക്കുക. സ്ട്രെയിറ്റ് നടന്നിട്ട് ഒരു വളവുണ്ട്. MG റോഡിൽ മെട്രോ ഇറങ്ങി. സോ എനിക്ക് കൊമേഴ്ഷ്യലിലൊക്കെ പോയതിനൊരു സന്തോഷം. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോണ വഴി. ഇതുവരെ കടകളൊന്നും തുടങ്ങിയിട്ടില്ല. നടക്കാൻ നല്ല രസമുണ്ട്. പിന്നെ പണ്ടത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ നല്ല ചൂടാണ്. 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. വിയർക്കണു. പണ്ടൊക്കെ 12 മണിക്ക് നടക്കുമ്പോഴും വിയർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിശന്ന് ചാവാറായി. സോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മനഹള്ളിയിൽ നിന്നൊരു അൽഹമീദ് റോള് കഴിക്കുമായിരുന്നു. സോ ആ റോള് കഴിക്കാൻ പോകാൻ നേരെ ഊബർ എടുത്തിട്ട് ഓട്ടോ. ഞാൻ ഊബർ ഓട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാറിന് ഒരു 3 മണിയായപ്പോൾ 130 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രാഫിക് കൂടിയിട്ട് ഏകദേശം ഒരു 5 മണിയാവാറായി. അപ്പോൾ ഒരു 500 രൂപയായിട്ടുണ്ട് കാശ്. സോ ഞാൻ ഓട്ടോ എടുത്തു. ഓട്ടോയ്ക്ക് 130 രൂപ. സോ റോളൊക്കെ കഴിക്കും. ആണ് കമ്മനഹള്ളി. ഇവിടെ കുറേ ഇങ്ങനെ റോൾസ് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. ഇതൊരു ഭാഗം കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇത് പോണ വഴിയാണ്. ഇവിടെ ഒരു വെങ്കിട്ടേശ്വര ഉണ്ട്. പറ്റുകയാണെങ്കിൽ അവിടെയും കയറും. ഇതാണ് ആ ക്യാഫെ. ഞങ്ങൾ റോൾസ് കഴിക്കാറുള്ളത്. 4 വർഷമായി ഇപ്പോൾ കഴിച്ചിട്ട്. പക്ഷേ സ്റ്റിൽ ഐ നോ ഹൗ ഇറ്റ് ടേസ്റ്റ്. ഇവരിപ്പോൾ കടയൊക്കെ വലുതാക്കി മേലേക്കൊക്കെ ആക്കി തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നല്ല ജമ്പ് റോളാണ് മേടിച്ചത്. എന്നിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കണേ. ഞാനും ടോലിലേക്ക് പോകുമ്പോൾ ഈ പാർക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ കഴിക്കുക. പിന്നെ റോളൊക്കെ മേടിച്ചത്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് പാർക്ക്. ഇതാണ് ആ പാർക്ക്. ആ പച്ചപ്പ് കണ്ടില്ലേ ഗൈസ്? ദാറ്റ് ഈസ് ദ പാർക്ക്. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പുറത്തിരുന്നൊക്കെ കഴിച്ച്. അത് ഈവനിങ് മോർണിംഗ് മാത്രമേ പാർക്ക് ഉണ്ടാവുള്ളൂ. സോ ഇന്നിപ്പോൾ തുറക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ സൈഡിൽ ഇങ്ങനെ ചീരയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നെ കുറേ പാനിപൂരി കടയുണ്ട്. ഓ മൈ ഗോഡ്. അൺഫോർച്ചുനേറ്റ്ലി ദ പാർക്ക് വാസ് ബീൻ ക്ലോസ്ഡ്. സോ തിരിച്ച് കടയിൽ തന്നെ വന്നാണ് ഞാൻ കഴിക്കുന്നത്.
ഇത്രയും ബാക്കിയുണ്ട്. ഇപ്പം തന്നെ വയറ് നിറഞ്ഞു. റോള് കഴിച്ചു കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഇത് ഭയങ്കര ഓയിൽ ക്രിസ്പി റോളല്ലേ, അപ്പോൾ ചിക്കനൊക്കെ വറുത്തത് നല്ലായിരുന്നു. ബാക്കിയുണ്ട്, കണ്ടില്ലേ ജംബോ റോൾ. ഞാൻ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ വയ്യ കഴിക്കാൻ. സോ ലെറ്റ്സ് ഗോ ടു മൈ മന്യത. ഫീലിംഗ് വെരി നൊസ്റ്റാൾജിക് ഹിയർ. 4 വർഷമായിട്ടുള്ളൂ. ഇതാണ് ഞങ്ങൾ നാഗവരന്ന് PGക്ക് പോണ സ്ഥലം. ഇതിൻ്റെ ഫ്രണ്ടിലാണ് മാന്യത ടെക് പാർക്ക്. ഇങ്ങനെ കുറേ ഫ്രൈഡ് റൈസിൻ്റെ കടകളുണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, ഞങ്ങൾ എത്ര പ്രാവശ്യമാണെന്നറിയോ, വെറും 40 രൂപയ്ക്ക് ഫ്രൈഡ് റൈസ് കിട്ടും. ഇത് ഇവിടുത്തെ സ്റ്റാൻസാ ലിവിങ് എറ്റിയാ. ഇത് ഫുൾ PG സൈഡാണ്. ഇപ്പം മാന്യതയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കണ. ഞങ്ങളുടെ പഴയ PG. ഈ ഹോട്ടലൊക്കെ വലുതായി. ഞങ്ങൾ നാഗവരാലേക്ക് പോണ സ്ഥലമാണിത്. ഞാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചില്ലേ നടക്കാൻ. അമ്മേ വയ്യാണ്ടായി. ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കുറേ നടന്നാൽ ലേക്കായി. നല്ല രസമായി ഷോ യു. ദിസ് ഈസ് വൺ എൻട്രൻസ് ഓഫ് മാന്യത ടെക് പാർക്ക്. അന്ന് ഇതിനേക്കാളും മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെന്ന് തോന്നുന്നു ഈ ഗാർഡനൊക്കെ. ഇപ്പോൾ ഫുൾ കച്ചറയാ. അയ്യോ, നാഗവരാലേക്ക് കണ്ടോ, വല്ല ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കണു. പണ്ട് ഇതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നറിയോ. JCB ഒക്കെ മാന്തണു. ഓ മൈ ഗോഡ്. ഹലോ, മാന്യതേൻ്റെ ഇവിടെ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്നു. കുറേ പിള്ളേർ കോഗ്നിസൻറ്റിൻ്റെ ടാഗൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി തിരിച്ചു പോവാം. ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്. ഇരുട്ടാവാറായി. ഞാനങ്ങനെ അഡ്വഞ്ചറസ് ആവാറില്ല രാത്രിയാകുമ്പോൾ. പിന്നെ ലേക്ക് ഡ്രൈ ആയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഊബർ ഇപ്പോൾ വരും, എന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ ചിക്പേട്ടയ്ക്ക്, ഹോട്ടലിന്. സോ ഞാൻ ചിക്പേട്ട പോവാണ്. ഇത് ഇന്നലെ കൊമേഴ്ഷ്യലിൽ നിന്ന് വാങ്ങിയൊരു ബനിയനാ. 149 രൂപയ്ക്ക്. ഗുഡ് ക്വാളിറ്റി. ഭയങ്കര റഷുള്ള റോഡാണ്. സോ ലെറ്റ്സ് ഗോ ടു ചിക്പേട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ്. ഞാൻ ഓൾറെഡി ഒരു ലാപ്ടോപ്പ് ബാഗും അമ്മയ്ക്കൊരു ബാഗും ഒക്കെ മേടിച്ചു. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ കബ്ബൻ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഐക്കോണിക് പാർക്ക് ഓഫ് ബാംഗ്ലൂരു. കുറേ മൈനകൾ. വൗ, ഇത് ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ്. ആർക്കും കുളിക്ക് പോകാൻ പറ്റൂല തോന്നുന്നു. അവിടെ ഡോഗ് പാർക്കൊക്കെ ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കുറേ നടക്കണം എന്നേ ഉള്ളൂ. This is like one of the rich street of Bangalore. ഇപ്പം ലുലു മാളിൻ്റെ ഉള്ളിൽ പോയാട്ടല്ലോ. ലുലു മാളിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ പുറത്തെടുത്ത് വെച്ച പോലെ ഉണ്ട്. എല്ലാ കടകളുണ്ട്. മന്യാവറും W, അലൻസൊള്ളി, 2 സൈഡിലും ഇങ്ങനത്തെ കടകളാണ് മൊത്തം. മിനിസോ, അലൻസൊള്ളി, ബിബ കണ്ടില്ലേ ഇവിടെ. എല്ലാ കടകളും ഉണ്ട്. നൈറ്റ് സ്ട്രീറ്റ്സ് ഇൻ ബാംഗ്ലൂർ.
ലോട്ട്സ് ഓഫ് പാനിപൂരി ഷോപ്സ്. മുക്കിന് ഫ്ലവർ ഷോപ്സ്. ഇതൊക്കെ ഐ ലവ് ബാംഗ്ലൂർ.